നിങ്ങളുടെ MP എന്താ ചെയ്തത്? ഇവരൊന്നും പ്രശ്നമില്ല. ഒരു MLA എന്ത് ചെയ്തു എന്ന് ഞാൻ പുസ്തകം അടിച്ചിറക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇറക്ക. എത്ര ഇടറോഡുകളാക്കി? എന്താ പഞ്ചായത്തിന് പണി? എന്താ MP-ക്ക് പണി? ഞാൻ ഈ പറഞ്ഞ റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, കെട്ടിടങ്ങൾ എല്ലാം MLA എന്ന നിലയ്ക്ക് ഞാൻ കൊണ്ടുവന്നതാണ്. 10 രൂപയുടെ സഹായം ചെയ്തിട്ടില്ല MP. പമ്പിക്ക വർത്താനം ഇടക്കിടക്ക് വന്നിട്ട് സെൽഫി എടുക്കുക, എല്ലാ പരിപാടിക്കും വന്നിട്ട്. ഫണ്ട് പ്രഖ്യാപിക്കൂല. ആളെ സോപ്പിട്ട് വർത്താനം പറയില്ല. അമ്മായി കല്യാണിക്കല വികസനം എന്ന് പറയുന്നത്. ആളെ സോപ്പിട്ട് വർത്താനം പറയാൻ ആർക്കാ പറയാത്തുള്ളത്? ഞങ്ങളുടെ സംസാരത്തിൽ ചിലപ്പോൾ ദാർഷ്ട്യമോ ധൈര്യമോ ഹുങ്കോ വരുന്നെങ്കിൽ ഞങ്ങൾ വികസനത്തിന്റെ കൂടെ ജനങ്ങളുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ജനങ്ങൾ കൂടെ ഉണ്ടെന്ന ധൈര്യം കൊണ്ടാണ്. നിങ്ങൾ അമ്മായ മുക്കുന്ന വർത്താനം പറയുന്നത് 10 രൂപ ചെലവാക്കൂടെ മുൻപുള്ള വർത്താനം പറയൂ, അല്ലേ? നിങ്ങൾക്ക് പറ്റില്ലേ? ഇത് നിങ്ങൾക്ക് പറ്റില്ലേ? ഇവിടെ ത്രിതല സംവിധാനം എന്തിനാണ്? MLA ആണോ? MLA മുഴുവൻ കോർണറൈസ് ചെയ്ത് MLA ആക്ഷേപിക്കുന്നവർ എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് ഒരു ബ്രോഷർക്ക് പറയും. നാഗാത്തുമന്റായിട്ട് ഈ ഉപ്പുവെള്ളത്തിന്റെ എഫക്റ്റഡ് ഏരിയ ഒന്ന് നാറാത്താണ്, ഒന്ന് ചിറക്കലാണ്, ഒന്ന് ബുളാടിയുടെ ഭാഗമാണ്, മറ്റൊന്ന് നമ്മളുടെ ഇവിടുത്തതല്ല. അവിടെ ഉപ്പുവെള്ളത്തിൻ്റെത് അഴീക്കോടാണ്. അത് ബുളാടി UDF-ന്റെ ഭരണം ഒഴിച്ചു നിർത്തിയാൽ 3 പഞ്ചായത്തുകൾ നിങ്ങൾ ഭരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് റോഡില്ലേ? നിങ്ങൾക്ക് അതിനകത്ത് റോഡില്ലേ? ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. ഞാൻ എന്റെ സമയപരിമിതി കൊണ്ട് വിശദീകരണം ആവശ്യമുണ്ടെങ്കിലും പരിമിതി ഉള്ളതുകൊണ്ട് നിർത്തുകയാണ്. ഞാൻ എന്റെ കൊണ്ട് കഴിയുന്നത്, എനിക്കാകാവുന്നത്, അത് സത്യസന്ധമായിട്ടാണ് 5 കൊല്ലം നിർവഹിച്ചത്. 5 കൊല്ലം കഴിഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കാൻ എനിക്ക് ചില ധൈര്യമുണ്ട്. 2-3 കാര്യമുണ്ട്. ഒന്ന്, 480 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. ജനപക്ഷത്ത് നിന്ന് സുതാര്യമായി. എന്നോട് ഒരുപാട് ദേഷ്യമുള്ളവരുണ്ട്. നമ്മളെ SDPA-കാരനൊക്കെ എന്നോടുള്ള ഇഷ്ടം നിങ്ങൾക്ക് നന്നായിട്ടറിയാം. പക്ഷേ എന്റെ എത്ര വലിയ കൊടിയ ശത്രുവായിരുന്നാലും അവർക്ക് പോലും 10 രൂപയുടെ അഴിമതി KM ഷാജി നടത്തിയെന്ന് പറയാൻ ഇടവരുത്തിയിട്ടില്ല. കഴിഞ്ഞ 5 വർഷക്കാലം 480 കോടിയുടെ സുതാര്യമായ വികസനം കൊണ്ടുവന്നു. 5 വർഷം ഞാൻ നിരന്തരമായി നിയമസഭയിൽ ഉണ്ടായിരുന്നു. ഞാനില്ലാത്ത സഭ നടന്നിട്ടില്ല. അഴീക്കോടിന്റെ ശബ്ദമില്ലാത്ത സഭയില്ല. അഴീക്കോടിന് വരുന്ന എന്തെങ്കിലും ഒരു ആനുകൂല്യം നഷ്ടപ്പെടുമോ എന്ന ഭയം ആ സഭയിൽ നിന്ന് മാറി നിൽക്കാൻ എന്നെ തടസ്സപ്പെടുത്തി. ഞാൻ ഇല്ലാത്ത സമയത്ത് ഒരു ഫണ്ട് വന്നാൽ അത് അഴീക്കോടിന് കിട്ടില്ലേ? ഞാൻ ഇല്ലാത്ത സമയത്ത് ഒരു ആനുകൂല്യം വന്നാൽ അത് അഴീക്കോടിന് നഷ്ടമായി പോകുമോ? ആ ഭയം. എല്ലാ ദിവസവും സഭയിൽ ഹാജരായ 7 പേരിൽ ഒരാൾ ഞാനായിരുന്നു എന്നത് ഞാൻ നിങ്ങളോട് കാണിച്ച ഉത്തരവാദിത്ത ബോധമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ എന്റെ ധൈര്യം. MLA-ക്ക് ഒരുപാട് പ്രിവിലേജ് ഉണ്ട്, ഒരുപാട് അധികാരങ്ങൾ. നമ്മുടെ എല്ലാ കാര്യങ്ങളും, ചികിത്സ പോലും ഒരു MLA-യുടെ മുഴുവൻ ചികിത്സയും ഗവൺമെന്റ് വഹിക്കും. കുടുംബത്തിന്റെ ചികിത്സ 2 കോടി ഉറുപ്പിക ചികിത്സാ ചെലവിലേക്ക് എഴുതി വാങ്ങിയ ഇടതുപക്ഷ MLA-യുള്ള നിയമസഭയിലായിരുന്നു ഞാനും ഉണ്ടായിരുന്നത്. പക്ഷേ 10 രൂപയുടെ പാരസെറ്റമോൾ ഞാൻ വാങ്ങിക്കഴിച്ചിട്ടില്ല എന്നത് എന്റെ ധൈര്യമാണ്. നിങ്ങൾ തന്ന ഒരു ആനുകൂല്യവും ഞാൻ ദുർവ്യായം ചെയ്തിട്ടില്ല. നിങ്ങൾ തന്ന ഒരു അധികാരവും ഞാൻ ദുർവ്യായം ചെയ്തിട്ടില്ല. നിങ്ങൾ തന്ന ഒരു പദവിയും ഞാൻ ജനവിരുദ്ധമായി വിനിയോഗിച്ചിട്ടില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരസ്പരം ക്യാമറയ്ക്ക് പിറകിൽ നിന്നുള്ള കളി ഇടതുപക്ഷം അവസാനിപ്പിക്കണം. മറ്റന്നാൾ വൈകുന്നേരം 6 മണി വരെ സമയമുണ്ട്. ഞാൻ ഈ നാട്ടിലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ഇടതുപക്ഷത്തിലെ CPM-കാരോട് പറയുന്നു, നിങ്ങൾ നിർത്തി ഇവിടെ കൊണ്ടുവന്നെടുന്നള്ളിച്ചു വന്ന ആൾ ഈ ക്യാമറയുടെ പിറകിൽ നിന്നും മാറി ജനത്തെ അഭിമുഖീകരിക്കാൻ പറയണം. നിങ്ങൾ അഴീക്കോട് മണ്ഡലത്തിന്റെ ഏത് മുക്കിലും മൂലയിലും നിങ്ങൾക്ക് എത്തുന്ന വേദിയിൽ ഞാൻ വരാം. ജനങ്ങളോട് സംസാരിക്കാൻ ഞാൻ വരാം. നിങ്ങൾ ധൈര്യത്തോടെ 5 വർഷക്കാലം ഞാൻ കൊണ്ടുവന്ന വികസനവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വെക്ക്. ഞാൻ വരാം. അഴിമതിയെക്കുറിച്ച് ചർച്ച ചെയ്യൂ, ഞാൻ വരാം. ധാർമ്മികതയെക്കുറിച്ച് ചർച്ച ചെയ്യൂ, ഞാൻ വരാം. സത്യസന്ധതയെക്കുറിച്ച് ചർച്ച ചെയ്യൂ, ഞാൻ വരാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? അത് പറയാനുള്ള നട്ടെല്ല് ആത്മാർത്ഥതയും സത്യസന്ധതയും കൊണ്ട് എന്റെ പുറത്തുള്ളതുകൊണ്ടാണ്. എന്തിനാണ് ക്യാമറയ്ക്ക് പറയുന്നത് ഏകപക്ഷീയമായ കളി കളിക്കുന്നത്? എന്തിനാണ് ക്യാമറയുടെ മറയിൽ നിന്ന് നിങ്ങൾ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നത്? ജനാധിപത്യം സുതാര്യമാണ്, നേർക്കുനേരെയുള്ളതാണ്, സത്യസന്ധമാണ്. ആ ജനാധിപത്യത്തിലേക്ക് വരണം. TV ഇങ്ങോട്ട് കാണിക്കും, തിരിച്ചൊന്നും കാണിക്കാൻ പറ്റില്ല.
അത് ഫാഷിസമാണ്, ഏകപക്ഷീയമായ ആക്രമണം. അതുകൊണ്ട് ജനാധിപത്യ മാർഗത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് വോട്ട് നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.